രാജാക്കന്മാർ 2-ാം പുസ്തകം അധ്യായം 12. യേഹൂവിന്റെ 7-ാം ആണ്ടിൽ യെഹോവാശ് ഭരണമാരംഭിച്ചു. അവൻ യെരൂശലേമിൽ 40 സംവത്സരം ഭരിച്ചു. ബേർശേബക്കാരിയായ അവന്റെ അമ്മയ്ക്ക് സിബ്യാ എന്ന് പേർ. യെഹോയാദാ പുരോഹിതൻ യഹോവാശിനെ ഉപദേശിച്ചു പോന്ന കാലമെല്ലാം അവൻ ദൈവത്തിന് ഇഷ്ടമായത് ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപമർപ്പിച്ചും പോന്നു. യഹോവാശ് പുരോഹിതന്മാരോട്, കർത്താവിൻ്റെ ആലയത്തിൽ നേർച്ച വരുന്ന പണവും ഓരോ ആൾക്ക് നിശ്ചയിച്ച വീതവും കർത്താവിൻ്റെ ആലയത്തിൽ ഓരോരുവൻ കൊണ്ടുവരുന്ന സ്വമേധാദാനമായ പണമെല്ലാം ഓരോ പുരോഹിതനും താൻ്റെ പരിചയക്കാരോട് വാങ്ങി ആലയത്തിന് കേടുപാടുകൾ കാണുന്നിടത്തെല്ലാം അറ്റകുറ്റം തീർക്കണം എന്ന് കൽപ്പിച്ചു. എന്നാൽ യഹോവാശ് രാജാവിൻ്റെ 23-ാം ആണ്ടിൽ പുരോഹിതന്മാർ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർത്തിട്ടില്ലായിരുന്നു. അതിനാൽ യഹോവാശ് രാജാവ് യഹോയാദാ പുരോഹിതനെയും മറ്റു പുരോഹിതന്മാരെയും വരുത്തി അവരോട്, നിങ്ങൾ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കാതിരിക്കുന്നതെന്ത്? ഇനിയും നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരോട് പണം വാങ്ങാതെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് നിങ്ങളത് കൊടുപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതന്മാർ തങ്ങൾ മേലാൽ ജനത്തോട് പണം വാങ്ങാതിരിപ്പാനും ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുവാനും സമ്മതിച്ചു. അപ്പോൾ യഹോയാദാ പുരോഹിതൻ ഒരു പെട്ടിയെടുത്ത് അതിൻ്റെ മൂടിയിൽ ഒരു ദ്വാരമുണ്ടാക്കി യാഗപീഠത്തിനരികെ ദൈവത്തിൻ്റെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വലത്തുഭാഗത്ത് വച്ചു. വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ ദൈവാലയത്തിലേക്ക് വരുന്ന പണം എല്ലാം അതിലിടും. പെട്ടിയിൽ ദ്രവ്യം വളരെയായി എന്ന് കാണുമ്പോൾ രാജാവിൻ്റെ എഴുത്തുകാരനും മഹാപുരോഹിതനും ചെന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ കണ്ട പണം എണ്ണി സഞ്ചികളിൽ കെട്ടിവയ്ക്കും. അവർ ദ്രവ്യം ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണി നടത്തുന്ന വിചാരകന്മാരുടെ കയ്യിൽ തൂക്കിക്കൊടുക്കും. അവർ അത് ദൈവത്തിൻ്റെ ആലയത്തിൽ പണി ചെയ്യുന്ന ആശാരിമാർക്കും ശില്പികൾക്കും കൂലിപ്പണിക്കാർക്കും കല്ലുവെട്ടുകാർക്കും ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുവാൻ ആവശ്യമായ തടിയും ചെത്തിയ കല്ലും വാങ്ങുന്നതിനും ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുവാൻ ആവശ്യമായ ചെലവെല്ലാം ചെയ്യുന്നതിനും കൊടുത്തു വന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ പിരിഞ്ഞു കെട്ടിയിരുന്ന ദ്രവ്യം കൊണ്ട് വെള്ളിക്കിണ്ണം, കത്രിക, കലം, കാഹളം എന്നിങ്ങനെ പൊന്നും വെള്ളിയും കൊണ്ടുള്ള യാതൊരു ഉപകരണങ്ങളും അവർ ദൈവത്തിൻ്റെ ആലയം വകയ്ക്കുണ്ടാക്കാതെ പണി ചെയ്യുന്നവർക്ക് മാത്രം അത് കൊടുത്തു വന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തിന് അറ്റകുറ്റം തീർക്കും. എന്നാൽ പണിക്കാർക്ക് കൊടുക്കുവാൻ ദ്രവ്യം ഏറ്റുവാങ്ങിയവരോട് അവർ കണക്ക് ചോദിച്ചില്ല. വിശ്വാസത്തിന്മേലായിരുന്നു അവർ പ്രവർത്തിച്ചു പോന്നത്. അകൃത്യയാഗത്തിൻ്റെ ദ്രവ്യവും പാപയാഗത്തിൻ്റെ ദ്രവ്യവും ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരുന്നു. ആ കാലത്ത് ആരാം രാജാവായ ഹസായേൽ ഗത്തിനെ യുദ്ധത്തിൽ പിടിച്ചു. ഹസായേൽ യെരൂശലേമിൻ്റെ നേരെയും
വരേണ്ടതിന് ദൃഷ്ടി വച്ചപ്പോൾ യഹൂദ രാജാവായ യഹോവാഷ് തൻ്റെ പിതാക്കന്മാരായ യഹോശാഫാത്ത്, യഹോരാം, ആഹസ്യ എന്നീ യഹൂദ രാജാക്കന്മാർ സമർപ്പിച്ചിരുന്ന സകല നിവേദിത വസ്തുക്കളും താൻ സമർപ്പിച്ചിരുന്ന വസ്തുക്കളും ദൈവത്തിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിലും രാജധാനിയിലും ഉള്ള സ്വർണം എല്ലാം എടുത്ത് ആരാം രാജാവായ ഹസായേലിനു കൊടുത്തു. അങ്ങനെ അവൻ യെരൂശലേമിനെ വിട്ടുപോയി. യഹോവാശിൻ്റെ മറ്റുള്ള കാര്യങ്ങളും അവൻ ചെയ്തതെല്ലാം യഹൂദ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു. യഹോവാശിൻ്റെ ഭൃത്യന്മാർ അവനോട് മത്സരിച്ചു കൂട്ടുകെട്ടുണ്ടാക്കി സില്ലയിലേക്ക് പോകുന്ന വഴിയിലുള്ള മില്ലോ ഗ്രഹത്തിൽ വെച്ച് അവനെ കൊന്നു. ശിമേയാത്തിന്റെ മകൻ ഷോമേരിന്റെ മകൻ യഹോസാബാദ് എന്നീ ഭൃത്യന്മാരായിരുന്നു അവനെ വെട്ടിക്കൊന്നത്. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടി അവനെ സംസ്കരിച്ചു. അവന്റെ മകൻ അമസ്യ അവന് പകരം രാജാവായി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.